എവിക്ഷൻ തലേന്ന് ടിഷ്യൂ പേപ്പറിൽ PR-ന്റെ നമ്പർ തന്നു. 50,000 കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അനിമോൾക്കെതിരെ ആദില. ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ ഫിനാലെ വീക്കിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുൻ സീസണുകളിലൊന്നും കാണാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് ഹൗസിൽ. ഫിനാലെ വീക്കിൽ മടങ്ങിയെത്താറുള്ള മുൻ മത്സരാർത്ഥികൾ മുൻപൊക്കെ സൗഹൃദ നിമിഷങ്ങളാണ് പങ്കുവച്ചിരുന്നെങ്കിൽ ഇക്കുറി അങ്ങനെയായിരുന്നില്ല. മറിച്ച് സംഘർഷങ്ങളായിരുന്നു കൂടുതൽ. പലരോടും തങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനാണ് പലരും ഈ അവസരം വിനിയോഗിച്ചത്. ഷൈത്തയും ബിൻസിയും അപ്പാനിശരത്തുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടുന്നു. ഈ സംഘർഷാവസ്ഥ നിലവിലെ മത്സരാർത്ഥികളെയും പലപ്പോഴും ആശയക്കുഴപ്പത്തിലും സമ്മർദ്ദത്തിലും ആക്കി. സൗഹൃദമുണ്ടായിരുന്ന അനിമോൾക്കെതിരെ ആദിലയും നൂറയും തിരിയുന്നതിനും ഇന്നലത്തെ എപ്പിസോഡ് കാരണമായി. അനിമോൾക്കെതിരെ ചില ഗുരുതര ആരോപണങ്ങളും ആദില ഉന്നയിച്ചു. ഒരു എവിക്ഷന് തലേന്ന് തനിക്ക് PR-ന്റെ നമ്പർ അനിമോൾ തന്നു എന്നതായിരുന്നു അതിലൊന്ന്. എവിക്ഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളാണ് പോവുക എന്ന് പറയില്ലേ? ഒരു എവിക്ഷന് മുൻപ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എനിക്ക് എഴുതി തന്നു, ഞാൻ പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യലാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു നമ്പർ പറഞ്ഞു തന്നു എനിക്ക്. എന്നിട്ട് പറഞ്ഞു, നൂറയ്ക്കും PR-ന് കൊടുത്തോളൂ എന്ന്, വോട്ടിന് വേണ്ടി 50,000 കൊടുത്താൽ മതി എന്നും പറഞ്ഞു. ഞാൻ അവളെ വിടുകയാണ്, എനിക്ക് പറ്റുന്നില്ല. കട്ടപ്പ പാർട്ട് 2 or 3 ആയാലും എനിക്കൊരു ചുക്കുമില്ല, ആദില ശൈത്യയോട് സംസാരിക്കവേ പറഞ്ഞു. കാർ ടാസ്കിൻ്റെ സമയത്ത് ആര്യനെക്കുറിച്ച് മോശം പറഞ്ഞയാൾ അനിമോളെന്നും, എന്നാൽ ആര്യൻ തിരികെ എത്തിയപ്പോൾ സൗഹൃദം കാണിക്കുകയാണെന്നും ശൈത്യയോട് ആദില പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ ഒന്നും ദഹിക്കുന്നില്ല, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തല പെരുക്കുന്നു. ആദില പറയുന്നു, സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ലെങ്കിലും ശൈത്യ അനിമോളുടെ പിന്നാലെ പോയെന്നും, എന്നാൽ അനിമോൾ ശൈത്യയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലെന്നും ആദില പറഞ്ഞു. ഏതെങ്കിലും ഒരു സമയത്ത് എങ്കിലും ജെന്യൂനായിട്ട് നിൽക്കണം, അതതില്ല, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, അനിമോളെക്കുറിച്ചും ആദില പറഞ്ഞു. ഏതായാലും കാത്തിരിക്കാം 2 ദിവസം കൂടി മാത്രം ഫിനാലയിൽ എന്ത് സംഭവിക്കും എന്നറിയാനായിട്ട്.